ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ നിന്ന് തത്സമയം നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രമാദമായ കേസാണ്. നടിയെ സംബന്ധിച്ചിടത്തോളം ഈ 8 വർഷത്തെ നിയമപോരാട്ടം അത്ര എളുപ്പമായിരുന്നില്ല. 28 സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറുന്നു, 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെക്കുന്നു. അങ്ങനെ അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല ഈ നിയമപോരാട്ടം. ഇന്നിപ്പോൾ എപ്പോഴാണ് കേസ് കോടതി പരിഗണിക്കുന്നത്? ഈ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം തന്നെ കോടതിയിൽ എത്തില്ലേ? അനീഷ, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഞെട്ടിത്തരിപ്പിച്ച സംഭവമാണ് 2017 ഫെബ്രുവരി 17 ഉണ്ടായത്. സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയയായ ഒരു യുവനടിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളതാണ് കേസ്. നമുക്കറിയാവുന്നതുപോലെ നടൻ ദിലീപാണ് അന്ന് ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മുടിചൂടാമനനായിരുന്ന ഒരു താരം. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം വന്നിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവം നടന്ന ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉന്നതന് ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും പിന്നീട് വാഹനം ഓടിച്ചിരുന്ന മാർട്ടിനും പിന്നീട് അറസ്റ്റിലായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് പോലീസ് മെല്ലെ മെല്ലെ ദിലീപിലേക്ക് എത്തിയതും പിന്നീട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മലയാള സിനിമയിലെ താരമായിരുന്ന ദിലീപ് 85 ദിവസം ജയിലിൽ കടക്കുന്നതിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. അത്തരത്തിൽ മലയാള സിനിമയെ തന്നെ ഞെട്ടിച്ച ഏറ്റവും പ്രമാദമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴുള്ളത് ആലുവയിലെ നടൻ ദിലീപിൻ്റെ വീടിന് മുന്നിലാണ്. ഇന്ന് എല്ലാ കണ്ണുകളും നടൻ ദിലീപിലേക്കാണ് വരുന്നത്. കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിരിക്കുന്ന നടൻ ദിലീപിന് എന്ത് ശിക്ഷയാണ് ഉണ്ടാവുക? ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമോ? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കോടതി പറയുക? അതോടൊപ്പം തന്നെ ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള മറ്റ് 9 പ്രതികൾക്ക് എന്തെല്ലാം ശിക്ഷയായിരിക്കും ലഭിക്കുക? ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമോ? തുടങ്ങി അനവധി ചോദ്യങ്ങളാണ് ബാക്കി. എന്തായാലും മലയാള സിനിമാ രംഗത്തെ തന്നെ നെടുകെ പുലർത്തിയ വളരെ സുപ്രധാനമായ ഒരു കേസാണ് ഇതെന്നും പറയാം. മലയാള സിനിമ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന് മുമ്പ് പിമ്പ് എന്ന തരത്തിൽ മാറുന്ന തരത്തിലേക്ക് ഈ സംഭവം ഉണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം മലയാളത്തിലെ യുവ നടിമാർ ചേർന്ന് അമ്മ സംഘടനയിൽ നിന്നും പുറത്തു പോകുന്നതും പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നതും നമ്മൾ കണ്ടു. തൊഴിലിടത്തിലെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ ഓരോ നടിമാരായി തുറന്നു പറയുന്നതും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നുള്ള സംഘടന രൂപീകരിക്കുന്നതും പല നടിമാരും പിന്നീട് സിനിമാ രംഗത്ത് അവസരം കിട്ടാത്ത പരാതി തുറന്നു പറയുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള, അതായത് സിനിമാ രംഗത്തെ തന്നെ വലിയൊരു ഉടച്ചു വാർക്കലിന് വരെ വഴിതെളിച്ച അതിപ്രമാദമായ കേസാണ് നടിയെ ആക്രമിച്ച കേസ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ കേസിൽ ഇന്ന് എറണാകുളം സെഷൻസ് കോടതി വിധി പറയുമ്പോൾ അത് ഒരർത്ഥത്തിൽ മലയാള സിനിമാ രംഗത്തിന്റെ ഭാവി എന്താകും എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും നടൻ ദിലീപിന്റെ വീട്ടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധാരണ ഇത്തരം ദിവസങ്ങളിൽ നടൻ തൊട്ടടുത്തുള്ള ആലുവ ശിവക്ഷേത്രത്തിലേക്കോ അപ്പുറത്തുള്ള പള്ളിയിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു പതിവുണ്ട്. ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ തൻ്റെ വിധി ദിനത്തിൽ നടന് മാധ്യമങ്ങളോടോ തൻ്റെ ആരാധകരോടോ എന്തെങ്കിലും പറയാനുണ്ടോ, അദ്ദേഹം എന്തെങ്കിലും പറയുമോ, പുറത്തു വരുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആകാംക്ഷ ഏറെയാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹലിയം വർഗീസ് കേസിൽ വിധി പറയുന്നത്. നിരവധി രേഖകളും സാക്ഷി വിസ്താരം, ഏതാണ്ട് 261-ലധികം സാക്ഷികളെ വിസ്തരിച്ചും അത്ര തന്നെ രേഖകൾ പരിശോധിച്ചുമൊക്കെ തന്നെയാണ് ഈ കേസിൽ കോടതി വിധി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിരവധി വഴിത്തിരിവുകളും ഈ കേസിലുണ്ടായി. പലതവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോകുന്ന സ്ഥിതിയുണ്ടായി. ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം അതിജീവിതം ഉന്നയിച്ചത് നമ്മൾ കണ്ടു. അത് പിന്നീട് കോടതി നിരസിക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ട്വിസ്റ്റുകളും തേണുകളും നിറഞ്ഞ വളരെ വളരെ അതിസങ്കീർണമായ നിരവധി സംഭവ പരമ്പരകൾ നടന്ന ഈ സംഭവത്തിൽ എന്തായിരിക്കും കോടതി വിധി എന്നാണ് നിർണായകമായി ഏവരും കാത്തിരിക്കുന്നതായാലും എനിക്ക് പിറകിലുള്ള ഈ വീട് ആലുവ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ആലുവ ശിവക്ഷേത്രത്തിനടുത്തുള്ള ഈ വീട്ടിലെ ദിലീപിൻ്റെ പ്രതികരണം എന്തായിരിക്കും, അല്ലെങ്കിൽ നടൻ ദിലീപിൻ്റെ വിധി എന്തായിരിക്കും എന്നറിയാനാണ് കേരളം ഉറ്റുനോക്കുന്നത്. എല്ലാ കണ്ണുകളും ഇപ്പോൾ ആലുവയിലെ ദിലീപിൻ്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. അനീഷ.